തിരുവനന്തപുരത്തെ ജയിപ്പിച്ച ജനങ്ങൾക്ക് നന്ദി. നിങ്ങൾക്കിനി തിരുവനന്തപുരം മറ്റൊരു വികസനത്തിന്റെ പാതയിലൂടെ തിരുവനന്തപുരത്തെ കൊണ്ടെത്തിക്കുന്നത് കാണാം. നരേന്ദ്രമോദി പറഞ്ഞ വാക്കുകളാണ്. ജനുവരി 25-ന് മോദി കേരളത്തിലെത്തുകയാണ്. എന്തൊക്കെ പ്രതീക്ഷകളാണ് കേരളത്തിലെ ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് തലസ്ഥാനത്തെ ജനങ്ങൾക്ക്? ഇത്തവണ കോർപ്പറേഷൻ BJPക്ക് കൊടുത്തുകൊണ്ട് ജനങ്ങൾ ചില കാര്യങ്ങൾ തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ട്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷന്റെ ഒരു വിജയം എങ്ങനെ BJPക്ക് കൂടുതൽ മധുരമായി കിട്ടും എന്നുള്ളത് നമുക്കറിയില്ല. ജനുവരി 23 25 ജനുവരി 23. എന്തായാലും മോദി കേരളത്തിലേക്ക് വരുന്നുണ്ട്. അതിനെ എങ്ങനെ കാണാം? മോദി കേരളത്തിലേക്ക് വരുന്നെന്ന് വലിയൊരു ആഘോഷമാക്കുകയാണ്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു BJPയുടെ ഓപ്പറേഷൻ കമലൊന്നും അല്ല. ഇപ്പോൾ ഒരു ഓപ്പറേഷൻ നടക്കുന്നത് എന്താണെന്ന് അറിയാമോ തന്നെക്ക്? അതിൻ്റെ വ്യാപ്തി നമ്മൾ മനസ്സിലാക്കണം. തിരുവനന്തപുരത്ത് മാത്രം ഒതുങ്ങുന്നതല്ല ഇത്. ഓപ്പറേഷൻ കോർപ്പറേഷൻ. ഓപ്പറേഷൻ കോർപ്പറേഷൻ, അതായത് ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളുടെയും പ്രധാനപ്പെട്ട നഗരങ്ങളുടെ കോർപ്പറേഷനെ കൈക്കലാക്കുക. അതെങ്ങനെയാണ് ഇത് ഭരിക്കേണ്ടതെന്ന് കാണിച്ചു കൊടുക്കുക ജനങ്ങളെ. അപ്പം അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ കോർപ്പറേഷനായിട്ടുള്ള മുംബൈ മഹാനഗർ നിഗം എന്നാണ് അതിൻ്റെ പേരെന്ന് തോന്നുന്നു. മനോഹരം പിടിച്ചെടുത്ത്. ഇനിയിപ്പോൾ എങ്ങനെയാണ് അവർ ജയിച്ചത്? അവിടെ ഭരണം ഉണ്ടായതുകൊണ്ടാണ്. നവി മുംബൈയിൽ പുതിയ എയർപോർട്ട് വരുന്നു. അതുപോലെ അടൽ സേതു എന്ന് പറയുന്ന ഏറ്റവും മനോഹരമായ പാശ്ചാത്യ രാജ്യങ്ങളെ വെല്ലുന്ന പാത വരുന്നു. അതുപോലെ തന്നെ എല്ലാ കാര്യത്തിലും ക്ഷേമം ഉണ്ടാവുന്നു, ക്ഷാമമില്ലാതാവുന്നു, പട്ടിണി കുറയ്ക്കുന്നു. ഫഡ്നാവിസിനെ കൊണ്ട് നരേന്ദ്രമോദി ചെയ്യിച്ച കൃത്യങ്ങളാണ് മുംബൈയിൽ അവരെ കൊണ്ടുവരാൻ കാര്യം. കേരളത്തിൽ അത് വല്ലതും ഉണ്ടോ? ഏതെങ്കിലും ഒരു ഭരണമുണ്ടോ അവർക്ക്? ഒന്നുമില്ല. ഒന്നുമില്ലാതെ തന്നെ ശൂന്യതയിൽ നിന്ന് ഈ വിഭൂതിയൊക്കെ സായിബാബ സൃഷ്ടിക്കുന്ന പോലെ ഒരു വലിയ അത്ഭുതമാണ് അവർ സംഭവിച്ചത്. മനസ്സിലായോ? അവരെ മുഴുവൻ കയ്യിലെടുത്തുകൊണ്ട് അവർ തിരുവനന്തപുരം നഗരം അങ്ങ് പിടിച്ചത് വലിയ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ്. തിരുവനന്തപുരത്തെ ക്ഷേത്ര നഗരം കൂടിയാണല്ലോ അത്. ക്ഷേത്ര നഗരിയെ അതിമനോഹരമാക്കി ഷോക്കേസ് ചെയ്യുക. പപ്പനാവന്റെ മണ്ണ്. അതെ, ആ മണ്ണ് മനോഹരമാക്കി എടുക്കുക, ഷോക്കേസ് ചെയ്ത് കാണിക്കുക. കൽക്കട്ടയിലെ ഗംഭീരമായിട്ട് 2 ട്രെയിനുകളുടെ ഉദ്ഘാടനം അവിടെ നടന്നത്. കേരളത്തിലൊന്നുമില്ല, അത് പോട്ടെ, ഇത് വന്നോളും. മെട്രോ വരും, ഇങ്ങനെയൊക്കെ വരും. അത് നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. അവിടെ 2 എണ്ണം വന്ദേ ഭാരതിൻ്റെ സ്ലീപ്പർ ആദ്യമായിട്ട് കൽക്കത്തയിൽ നിന്ന് ഗുവാഹട്ടിയിലേക്ക് ഓടി. അവിടെ ഒരു പരിപാടി. അതുപോലെ അമൃത് എക്സ്പ്രസ് എന്ന് പറയുന്ന സുരക്ഷാ സംവിധാനങ്ങളുള്ള കവച് സംവിധാനവും ആധുനിക സൗകര്യങ്ങളോടെ വിമാനം പോലെ ഉള്ള തീവണ്ടി, അതിൻ്റെ സർവീസും അവിടെ ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ ബംഗാളിനെ അങ്ങനെ കോരിത്തെരിപ്പിച്ച് അവിടെ പിടിക്കാനുള്ള ശ്രമം അവിടെ നടക്കുന്നു എന്ന് പറയുന്ന പോലാണ് ഇവിടെ തിരുവനന്തപുരം എന്ന് പറയുന്ന ഒരു അടിസ്ഥാന ഘടകം വെച്ചുകൊണ്ട് ഭരിക്കാൻ ഇവിടെ ഫഡ്നാവിസ് ഉണ്ടോ? ഇല്ല. കേരളത്തിന്റെ ഭരണവർക്ക് കിട്ടുമോ? ഉടനെ അറിയാം. അതുകൊണ്ട് കോർപ്പറേഷൻ വെച്ചൊരു ഭരണം നടത്തി കാണിച്ചു കൊടുത്ത ആളുകളെ അങ്ങ് മോഹിപ്പിക്കുക. അംശി പുലാക ന്യായം എന്ന് പറയും. ചോറ് മുഴുവൻ ബന്ധമെന്ന് അറിയാൻ ഒരു ചോറെടുത്ത് നോക്കിയാൽ മതി. അപ്പം തിരുവനന്തപുരം ഒന്ന് എടുത്ത് കൊള്ളാമല്ലോ ഇവന്മാരുടെ ഭരണം, എന്നാ എൻ്റെ അടുത്ത കുത്ത് ഇവർക്ക് തന്നെ എന്ന് ജനങ്ങൾ അങ്ങ് തീരുമാനിപ്പിക്കുക. അതിനുവേണ്ടി അല്ലെങ്കിൽ കേരളം പോലെ ഒരു സംസ്ഥാനത്തെ ഒരു കോർപ്പറേഷൻ്റെ ആസ്ഥാനത്തേക്ക് വരേണ്ട കാര്യമുണ്ടോ ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്ക്? ഈ പറയുന്ന എണ്ണപ്പാടങ്ങളെല്ലാം നോക്കണം. അല്ല കണ്ടം നോക്കാൻ പോകുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോകണം. അങ്ങനെ പ്രധാനമന്ത്രി അല്ലേ? പണ്ട് ഈ കൃഷിയുള്ളവരെ വീടിനടുത്തല്ല കണ്ടം, ദൂരെയുള്ള സ്ഥലങ്ങളില്ല, കുറെ എടുത്തുകൊണ്ട് പോവും, കണ്ടെത്തി പോവാന്ന് പറഞ്ഞ് പോവും. ഇപ്പം അതൊന്നുമില്ല. നെൽകൃഷിയൊക്കെ അസ്തമിച്ച്, അത് വേറെ കാര്യം. എന്ന് പറയുന്ന പോലെ കേരളത്തിലേക്ക് വരുന്നതിൻ്റെ ഉദ്ദേശം ഇതാണ്. വലിയ ഉദ്ദേശങ്ങളും വലിയ പദ്ധതികളുമായിട്ടാണ് അദ്ദേഹം വരുന്നത്. അദ്ദേഹം ഇവിടെ വന്നാൽ നഗര വികസന രേഖ ഇവർക്ക് കൊടുക്കും, എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ. പുള്ളിക്കറിയാം അഹമ്മദാബാദ് പിടിച്ചെടുത്താണ് BJP ഇന്ത്യയിൽ അധികാരത്തിൽ വന്നത് എന്ന് പറയുന്ന പോലെ തിരുവനന്തപുരം പിടിച്ചെടുത്ത് കേരളത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ അവർ അധികാരത്തിൽ വരിക എന്നുള്ള പ്ലാനാണ്. ഇതൊക്കെ വളരെ ഓർക്കസ്ട്രേറ്റഡ് പ്ലാനാണ്. ഇത് മോദി മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പിന്നിൽ വലിയൊരു തിങ്ക് ടാങ്ക് ഉണ്ട്. അമിത്ഷാ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പിന്നിലും വലിയൊരു തിങ്ക് ടാങ്ക് ഉണ്ട്. അത് എങ്ങനെ നടപ്പാക്കണമെന്നുള്ളതിന് അവർക്കൊരു പ്ലാനിങ് ഉണ്ട്. തീരെ അഴിമതിയോ അധികാരമോഹമോ ഇല്ല. അവരിവിടെ നാട് നന്നാക്കുക എന്നുള്ളതിൽ മാത്രമാണ് അവരുടെ ലക്ഷ്യം, വേറെ ഒന്നുമില്ല. അതുകൊണ്ടാണ് അവരെപ്പോഴും വിജയിക്കുന്നത്. എനിക്കൊന്ന് കസേരയിൽ ചടഞ്ഞുകൂടിയിരിക്കണം, എനിക്കൊന്ന് അധികാരത്തെ ഇന്ത്യ വിറ്റ് നശിപ്പിക്കണം, മറ്റുള്ള രാജ്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യ പറയിപ്പിക്കണമെന്നല്ല. അവിടാണ് അതിൻ്റെ വ്യത്യാസം വരുന്നത്. നോക്കിക്കോളൂ,
ഈ തിരുവനന്തപുരത്ത് ഉള്ള പദ്ധതികളിൽ പ്രധാനപ്പെട്ടതായിട്ട് വരാൻ പോകുന്ന തിരുവനന്തപുരത്ത് ഒരു മെട്രോ ആയിരിക്കും. കാരണം കണക്ടിവിറ്റി എന്ന് പറയുന്നതിന് വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണ് അദ്ദേഹം. പിന്നെ നമ്മൾ രാജീവ് ചന്ദ്രശേഖർ എന്താ മുദ്രാവാക്യം ഉയർത്ത്? വൈകാരിക പ്രശ്നങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ശബരിമല പ്രശ്നം, അതുപോലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉയർത്തിയോ? കംപ്ലീറ്റ്. സുരേന്ദ്രനൊക്കെ അതിനെ എതിർത്തു. ഇതെങ്ങനെ ജയിക്കാൻ പോകുന്നു? വികസനം പറഞ്ഞുകൊണ്ട് ജയിക്കാൻ പോകും. ആ വികസനത്തിലേക്ക് കൊണ്ടുവന്നു. മുംബൈയിലെ വിജയം അതുതന്നെയായിരുന്നു, വികസനത്തിലേക്കാണ്. ഇപ്പം ബംഗാളിൽ അവരുടെ അജണ്ട എന്ന് പറയുന്നത് വികസനമാണ്. മമതാ ബാനർജി വികസനത്തിന് തടസ്സമായി നിൽക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. രാഷ്ട്രീയമല്ല അദ്ദേഹം പറഞ്ഞത്. ആ വികസനം ഇപ്പം നോക്കിക്കോളൂ. 2035 ആവുമ്പോൾ ജനങ്ങളുടെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്ന പാർട്ടി പൊളിറ്റിക്സ് അല്ല, വികസനം. അവർ വസ്തുനിഷ്ഠമായിട്ട് ആരാണ് കൂടുതൽ വികസനം കൊണ്ടുവരുന്നത് അവർക്ക് വോട്ട്. യൂറോപ്യൻ രാജ്യങ്ങളിലെ പോലെ തന്നെ വരും. ഈ അന്ധമായ വൈകാരിക രാഷ്ട്രീയം ഉണ്ടല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിഞ്ഞുള്ള രാഷ്ട്രീയം നിൽക്കാൻ പോവുക. വികസിത ഭാരതത്തിലേക്കുള്ള നമ്മുടെ മധ്യദൂരത്തിൽ തന്നെ അത് നിൽക്കാൻ പോകും. ഇത് ഞാൻ പറയുന്നതല്ല, ചാറ്റ് GPT അത് നോക്കിയാൽ മതി, നമുക്ക് മനസ്സിലാവും. ആ രീതിയിലേക്ക് ഇന്ത്യ അപ്പം കടുത്ത ഈ കക്ഷി രാഷ്ട്രീയം, രാഷ്ട്രീയ വിരോധം, പരസ്പര ആരോപണം, വിഴുപ്പലക്കൽ എന്ന് പറയുന്ന വൃത്തികേടുകൾ, അത് മാലിന്യങ്ങളെക്കാൾ വലിയൊരു മാലിന്യം. ആ മാലിന്യം ഇല്ലാതാവാൻ പോവുകയാണ്. തിരുവനന്തപുരം നഗരത്തിൻ്റെ മാലിന്യങ്ങൾ ഇല്ലാതാവാൻ പോവുകയാണ്. പാർവതി പുത്തനാർ ശുദ്ധമാവാൻ പോവുകയാണ്. എൻ്റെ പ്രതീക്ഷകളും കൂടിയാണിത്. പക്ഷേ ഇതിനൊക്കെ നമ്മൾ നന്ദി പറയേണ്ട ഒരാളില്ലേ സാർ? തിരുവനന്തപുരത്തെ മുൻ മേയർ. തീർച്ചയായിട്ടും ഉണ്ട്, പറയേണ്ടതാണ്. തീർച്ചയായിട്ടും തിരുവനന്തപുരത്ത് ഇത്രയും വികസനം വരുന്നെങ്കിൽ അതിന്റെ ഒരു മുഖ്യ കാരണക്കാരി ആര്യ രാജേന്ദ്രൻ, ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കോർപ്പറേഷൻ മേയർ. അവിടെ ഇപ്പോൾ എല്ലാ BJPക്കാരുടെ വീടുകളിലും തിരുവനന്തപുരത്തേക്ക് ആര്യ രാജേന്ദ്രൻ ഈ വീടിൻ്റെ ഐശ്വര്യം എന്ന് തൊഴുതു നിൽക്കുന്ന ഫോട്ടോ വെച്ചിട്ടുണ്ട്. സത്യമാണത്. ഇത്ര അഹങ്കാരിയായ, അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച ഒരു മേയറെ ഞാൻ തിരുവനന്തപുരത്ത് കണ്ടിട്ടില്ല. എൻ്റെ പൊന്നമ്മോ, എന്തൊക്കെയാണ് കണ്ടക്ടറെ വേട്ടയാടി പിടിക്കുക, എന്തൊക്കെയാണ് ഈ കാണിക്കുന്നത്? എന്തുമാകാം. ഇല്ലാത്ത പൊങ്കാലയ്ക്ക് പൊങ്കാല നടത്തിയെന്ന് പറഞ്ഞുകൊണ്ട് കല്ലിന്, മാലിന്യത്തിന്, ആഹാരത്തിന് വരെ ഫണ്ട് ഉണ്ടാക്കിയെടുക്കുക. ആറ്റിയാൽ പൊങ്കാല നടന്നില്ലല്ലോ കോവിഡ് സമയത്ത്, പക്ഷെ നടന്നെന്ന് പറഞ്ഞിട്ട് അപ്പൊ തിരുവനന്തപുരത്ത് ആറ്റിയാൽ അമ്മച്ചി കൊടുത്ത പണിയാണെന്നാണ് പറയുന്നത്. അപ്പൊ ആണ് പറയുന്നുണ്ടല്ലേ തിരുവനന്തപുരത്ത്. അത് സ്ത്രീകളുടെ ശബരിമലയാണല്ലോ. ശബരിമല എന്ന് പറഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാൽ ശബരിമല എനിക്ക് അനുഭവബോധ്യമുള്ള ഒരു കാര്യമാണ്. പലരും പറഞ്ഞാൽ കളിയാക്കിയാൽ കിട്ടും. അതുകൊണ്ട് ഞാൻ ഒന്നും പറയാൻ പോകണില്ല സ്ത്രീകളുടെ ശബരിമല. എനിക്ക് പേടിയാണ്. അതുകൊണ്ട് എന്നെ പിടിച്ച് അതിലേക്ക് വലിച്ചെടുക്കാൻ വിചാരിക്കണ്ട, നടക്കൂല. ഇനി ഞാൻ പറയട്ടെ, ഈ ആറ്റുകാൽ ക്ഷേത്രത്തിന് വലിയൊരു ബൂസ്റ്റ് കിട്ടാൻ പോവുക സ്ത്രീകളുടെ ശബരിമല. കാരണം മോദിക്ക് കിട്ടുന്ന വോട്ടുകളിൽ കൂടുതലും സ്ത്രീകളുടെ വോട്ടുകൾ. അപ്പം അങ്ങനെ തിരുവനന്തപുരത്തിന് വലിയൊരു ഐശ്വര്യം വരാൻ പോവുകയാണ്. പിരിഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു നിർമ്മിതിയാണത്, അവിടെ തന്നെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു സംഭാവന തന്നെയാണ്, സംശയമൊന്നുമില്ല. അത് അവിടെ തന്നെ ഉണ്ട്. ഇനി അതിനോടുള്ള റെയിൽ റിംഗ് ഇതുവരെ ആയിട്ടില്ല, അറിയാം. ആദ്യപ്പോൾ ഉടനെ വരും റെയിൽ ലിങ്ക്. കാരണം വികസിക്കണം ഭാരതം. കേരളത്തിൻ്റെ വികസനത്തിലൂടെ ഭാരതത്തിൻ്റെ വികസനമാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. പിന്നെ ആയുർവേദത്തിൻ്റെ ഒരു ശ്രദ്ധ വരും. ആയുർവേദത്തിൻ്റെ ഒരു തറവാടാണ് തിരുവനന്തപുരം എന്ന് പറഞ്ഞ വാസ്തവത്തിൽ. അതിന് വലിയ തോതിലുള്ള ബൂസ്റ്റ് വരാൻ പോവുക. അതെങ്ങനെ ടൂറിസ്റ്റുകളെ കൂടി ആകർഷിക്കുന്ന തരത്തിൽ അത് കൊണ്ടുവരണം. പണ്ട് പിണറായി വിജയൻ്റെ ചെവിയിൽ പറഞ്ഞതാണ്, രണ്ടുപേരും കൂടെ കാണാൻ പോയപ്പോഴേ രഹസ്യമായിട്ടൊരു പേപ്പർ കൊടുത്തിരുന്നു. എന്താണെന്ന് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. പക്ഷേ അദ്ദേഹം ചെവി പറഞ്ഞൊരു കാര്യം, ആയുർവേദ ടൂറിസം ഇവിടെ വികസിപ്പിക്കണം. അത് വൻതോതിൽ വികസിക്കാൻ പോവുകയാണ്. ചൈനയുടെ ഒരെണ്ണം ഉണ്ടല്ലോ, ഈ സൂചി കൊണ്ട് കുത്തുന്ന ഒരു ചികിത്സയുണ്ടല്ലോ, അക്യുപങ്ക്ചർ. അതുപോലെ ലോകപ്രശസ്തമാക്കിയെടുക്കും ഇദ്ദേഹം. യോഗയെ ലോകപ്രസിദ്ധമാക്കിയല്ലോ, അതേ രീതിയിൽ തന്നെ തിരുവനന്തപുരത്ത് ഇതിൻ്റെ ഒരു വലിയ കേന്ദ്രം. പിന്നെ എനിക്ക് തോന്നുന്നത് ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ഇനിയും തിരുവനന്തപുരത്തേക്ക് വന്നാൽ, അത്രയധികം മോഹിക്കണ്ട, ചിലപ്പോൾ വന്നാൽ അത് ഒരു ഭാഗ്യമാണ്. അതുപോലെ മെഡിക്കൽ കെയറിന് വലിയ ശ്രദ്ധ കൊടുക്കും. തിരുവനന്തപുരത്തെ ഏതൊരു ദുബായിയെ പോലെയോ അല്ലെങ്കിൽ ബാഴ്സലോണ ആക്കണ്ട, ഒരാളാക്കിയിട്ട് പോയല്ലോ, ആക്കിയിട്ട് പോയി നമ്മൾ. ഇനി അതുപോലുള്ളൊരു മഹാനഗരമായിട്ട് അതിനെ മാറ്റുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ദുബായ് അറിയാം, എണ്ണ കുഴിക്കാത്ത രാജ്യമാണ്. പക്ഷേ ലോകത്തിലെ ഏറ്റവും സമ്പന്നമായിട്ടുള്ള ഏറ്റവും വലിയ നഗരങ്ങളിലൊന്ന്. ആ രീതിയിലൊരു നഗരമായിട്ട് ഇതിനെ അദ്ദേഹം മാറ്റിയെടുക്കും. നമ്മളുടെ ഒരു സ്വപ്നമാണത്. ആ സ്വപ്നത്തിന് സാഫല്യം നൽകാൻ കഴിവുറ്റ ഒരു ടീമിനെയും അവിടെ വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് നടക്കട്ടെ. 23-ാം തീയതി എന്ത് പറയുമെന്ന് നമുക്കൊന്നും അറിയത്തില്ല. ശരിക്കും പറഞ്ഞാൽ മന്ത്രിസഭയിലുള്ളവർക്ക് പോലും അറിയത്തില്ല. പിന്നെ നമ്മളിത് കടന്നൊരു സാഹസം നടത്തിയതൊക്കെ ആയിരിക്കും. നമ്മൾ പറഞ്ഞ ചിലതൊക്കെ സത്യമായിട്ടുണ്ടല്ലോ. അതുപോലെ ഇതും ആകുമെന്ന് പ്രതീക്ഷിക്കുക.